നമുക്ക് സ്പ്ലിറ്റ് റിട്ടേൺ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമുക്ക് കണ്ടീഷൻ എങ്ങനെയാണ്? എ പ്ലസ് ബി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? നടുക്കത്തെ ടേം കിട്ടണം. ഓക്കെ, എ ഇൻറ്റു ബി ചെയ്യുമ്പോൾ എന്താ കിട്ടേണ്ടത്? ഇവിടെയുള്ള നമ്പർ, ഇവിടെയുള്ള എൻ്റെ വേരിയബിൾ എന്താണ്? എൻ അല്ലേ? അതിന് മുന്നിൽ കിടക്കുന്ന ആളും ഇവിടെ കിടക്കുന്ന നമ്പറില്ലേ അതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ അവിടെ എന്താ 2ഉം ഇവിടെ എന്താണ് 280 അല്ലേ? ഇവിടെ എന്ത് സിമ്പിളാണ്? നെഗറ്റീവ്. അപ്പോൾ ഇത് നെഗറ്റീവ് കൊടുക്കണം. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? ഇതിനോട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 280 ഇൻറ്റു 2 ചെയ്യണം. 0 ഇൻറ്റു 2 0, 8 2 16, 2 2 4 + 1 5. പിന്നെ ആൻസർ എത്രയാണ്? 560. ഓക്കെ, മൈനസ് ഉള്ളതുകൊണ്ട് മൈനസ്. ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് ബാക്കി ഇനി എന്താ ചെയ്യേണ്ടത്? രണ്ട് നമ്പേഴ്സ് കണ്ടുപിടിക്കുക. ആഡ് ചെയ്യുമ്പോൾ എനിക്ക് 8ഉം കിട്ടണം, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് കിട്ടണം. പക്ഷേ ഇത് ഒത്തിരി വലുതല്ലേ? ഒന്നല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയോ? എൻ്റെ നമ്പർ എങ്ങനെ ഇരിക്കണത്? 2n² + 18n - 280 = 0 അല്ലേ? ഇതിലെല്ലാത്തിലും എന്താ കോമൺ? 2 കോമൺ അല്ലേ? എല്ലാം ഈവൻ നമ്പേഴ്സ് അല്ലേ? 2 ഈവൻ നമ്പറാണ്, 8 ഈവൻ ആണ്, 280 ഈവൻ ആണ്. അപ്പോൾ എനിക്ക് എല്ലാത്തിൽ നിന്നും 2 ഔട്ട് സൈഡ് കോമൺ എടുക്കാമല്ലോ. അപ്പോൾ ബാക്കി എന്തുണ്ട്? n² പ്ലസ്, അല്ലെങ്കിൽ ത്രൂ ഔട്ട് ഡിവൈഡ് ബൈ 2 എന്നും പറയാം. ഓക്കെ, രണ്ട് രീതിയിലും പറയാം. 2 കോമൺ എടുത്തെന്ന് പറയാം, അല്ലെങ്കിൽ ത്രൂ ഔട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ 8ന് ഞാൻ 2 കൊടുത്തത്, ബാക്കി എന്തുണ്ട്? 4 2s are 8 n മൈനസ്, അതുപോലെ തന്നെ 280നെ കോമൺ എടുക്കുമ്പോൾ എന്ത് വരും? 140 = 0. ഇത് എങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചിന്തിച്ചാലും മതി. അതായത് 2n² + 8n - 280 ഇങ്ങനെയാണ് ഇരിക്കുന്നത്. എനിക്ക് ഇതിനകത്ത് എല്ലാത്തിനും 2 കോമൺ ആണ് അല്ലേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ത്രൂ ഔട്ട് ഡിവൈഡ് ബൈ 2 ചെയ്യണം. അതായത് ഇതിനെ ഡിവൈഡ് ബൈ 2, ഇതിനെ ഡിവൈഡ് ബൈ 2, ഇതിനെ ഡിവൈഡ് ബൈ 2, ഇപ്പുറത്തും ഡിവൈഡ് ബൈ 2. ത്രൂ ഔട്ട് മൊത്തം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 2 2 ക്യാൻസൽ, 8/2 4. ഇതിലെന്തുണ്ട്? 1 2s are 2, 4 2s are 8 0. അതന്നെ എനിക്ക് മേലെ കിട്ടിയേക്കണത്. n² + 4n - 140 = 0 അല്ലേ? അതന്നെയല്ലേ ഇതും. ഇനി 2 ഇപ്പുറ സൈഡിലേക്ക് പോകുമ്പോൾ എന്തായി മാറും? 0/2. 0/2 എന്ന് പറഞ്ഞാൽ എന്താ തന്നെയാണ്? 0 തന്നെ. ഇനി എന്ത് ചെയ്യണം? സ്പ്ലിറ്റ് എന്ന് കിട്ടുക. a + b = നടുക്കത്തെ നമ്പർ 4. a ഇൻറ്റു b = a ഇൻറ്റു b എന്ന് പറയുമ്പോൾ എന്താ? ഇവിടുത്തെ നമ്പറിൻ്റെ കോഎഫിഷ്യൻറ്റ് ഇവിടെ എന്താ? ഒന്നുമില്ല. നേരത്തെ ഒന്നാണ് 1 എന്നർത്ഥം. ഇവിടുത്തെ നമ്പർ എന്താ? 140. 1 × 140 എന്താണ്? 140. ഇനി ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇപ്പോൾ മൈനസ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? രണ്ട് നമ്പേഴ്സ് എടുക്കുക. അതായത് 140ൻ്റെ ഫാക്ടേഴ്സിനെ കണ്ടുപിടിക്കുക. 1 × 140, 2 × 70,